മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ, മിസ് ഇന്ന് വന്നിട്ടുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററിന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഭയങ്കര രസമുള്ള ചാപ്റ്റർ ആണ്. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ. ഹെൽത്ത് വേണം നമുക്ക് വെൽത്ത് ആവാൻ വേണ്ടിയിട്ട് അല്ലേ. ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാ പരിപാടിയും നടക്കുള്ളൂ. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും മിസ്സിനെ നോക്കി ചിരിച്ചേ. ഇപ്പൊ വീഡിയോ കാണാൻ എല്ലാ മക്കളും മിസ്സിനെ ചിരിച്ചേ. ഞാനും ചിരിക്കാം ഇല്ലേ. ഇത് രസമല്ലേ. ചിലരുടെ ചിരിയൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ. ക്യൂട്ടാണ് അവരുടെ സ്മൈലൊക്കെ. പ്രത്യേകിച്ച് അവരുടെ പല്ല് എന്ത് രസമാണ് കാണാൻ. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമില്ലേ. സോ ടീത്ത്, പല്ല് എന്ന് പറയുന്ന സാധനം അത് എല്ലാം ഒരേപോലെയാണോടാ? മിസ്സിന് ഈ പല്ലല്ല ഈ പല്ല്, ഇവിടെയുള്ള പല്ല് വേറെ, ഇവിടെയുള്ള പല്ല് വേറെ. മിസ്സിന്റെ മൊത്തത്തിൽ മാത്രമാണ് വേറെ കാര്യം. ഇവിടെ കുറച്ച് കൂടുതലും കുറവൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ പല്ല് പൊതുവേ ഇഷ്ടമല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ എല്ലാവരുടെയും പല്ല് നോക്കുമ്പോൾ പലതും പല വ്യത്യാസങ്ങളുണ്ട് അല്ലേ. ഫസ്റ്റത്തെ പോലെയല്ല, സെക്കൻഡ് പോലെയല്ല, ഇവിടെ ലാസ്റ്റിലോട്ടൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് ടീത്തുകൾ ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുമോ? ടൈപ്പ് ഓഫ് ടീത്ത് ഏതൊക്കെയാണെന്നറിയോ? ഇൻസിസർ, കനാൻ, പ്രീ മോളാർ, മോളാർ എന്ന് പറയുന്ന രീതിയിൽ 4 തരത്തിലുള്ള ടൈപ്സുകളാണ് നമ്മുടെ എന്തിനകത്തുള്ളത്, നമ്മുടെ പല്ലിനകത്തുള്ളത്. നോക്കിക്കോ, നമ്മുടെ ഈ ഒരു മുൻഭാഗം നോക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇൻസിസർ എന്ന് നമ്മൾ പറയും. ഇൻസിസർ ഈ കാണുന്ന മുന്നിൽ കാണുന്ന പല്ല്, താഴെയുണ്ട് മുകളിലുണ്ട്, 2 സ്ഥലത്തും ഉണ്ട്. അതാണ് ഇൻസിസർ എന്ന് പറയുന്ന പല്ല്. ഇനി കുറച്ച് ഇപ്പുറത്തോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ കനൈൻ എന്ന് പറയും. നമ്മള് ഈ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് ഈ 4 എണ്ണം കാണൂലടാ, അത് കഴിഞ്ഞ് ഇവിടെ കാണുന്നതാണ് കനൈന്. കോമ്പല്ല് എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയും. അത് കഴിഞ്ഞ് താഴെ കുറച്ചുകൂടെ ബാക്കിലോട്ട് നമ്മുടെ ഈ മോണയുടെ ഈ ഒരു സൈഡിലോട്ട്, ബാക്ക് സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇവിടെയാണ് പ്രീമോളാസ് ഉള്ളത്. ഏറ്റവും അറ്റത്താണ് മോളാസ് ഉള്ളത്. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ പല്ലിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. ഇൻസിസറ്, കനൈന്, പ്രീമോളാറ്, മോളാർ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് ഓരോന്നിനും ഓരോരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതൊക്കെ ഇൻസിസർ എന്ന് പറയുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധനം കിട്ടി ആദ്യം കടിച്ചു മുറിക്കുക. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഒന്നായിട്ട് കടിക്കും അല്ലേ. ഇപ്പൊ ഒരു ചിക്കൻ്റെ പീസ് കിട്ടിയ ഒറ്റക്കടിയല്ലേ. അപ്പൊ ഇൻസിസർ എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കാം. കനാൻ എന്ന് പറയുമ്പോൾ ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കടിച്ചു കീറാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ നമുക്കൊരു എന്തെങ്കിലും സാധനം കിട്ടുക നമ്മളിങ്ങനെ കടിച്ചിങ്ങോട്ട് മുറിച്ചങ്ങ് എടുക്കൂലേ, കഴിച്ചു കീറില്ലേ. അതെങ്ങനെയാണ്? കനൈനാണ്. എന്റെ കനൈനാണ് കുറച്ച് നീണ്ടു നിൽക്കുന്നത് കണ്ടോ, അല്ല യക്ഷിപ്പല്ല് എന്നൊക്കെ പറയും. എനിക്ക് എന്റെ പല്ല് അതാ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തത് അതുകൊണ്ടാണ്. പക്ഷേ എന്താണോ എല്ലാരും പറയാ അതൊരു അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടെന്നൊക്കെയാണ് പറയാ. പക്ഷെ ഞാൻ ചുമ്മാ പറയാണ്, നിങ്ങൾക്ക് പറയാം, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളത്. റെഡി. അപ്പൊ കനാൻ എന്ന് പറഞ്ഞ ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രീ മോളാർ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലഡ്ഡു ഒക്കെ കിട്ടി നമ്മൾ പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ഈ സൈഡിലോട്ടല്ലേ കൊണ്ടുപോകാം, അവിടെ ചെയ്യുക. അത് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോളാസ് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നന്നായിട്ട് അരച്ച് ഒരു പേസ്റ്റ് പോലെ കൈയിട്ടല്ലേ മക്കളെ കഴിക്കുക. ഒരു ഇഡ്ഡലി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുക ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് അല്ലേ. അത്രയും പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ഉള്ളിലോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഗ്രൈൻഡ് ചെയ്യാനാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോന്നിന്റെയും ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇൻസിസറിന്റെ യൂസ് ബൈറ്റ് ചെയ്യാനും ടിയർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്, കടിക്കാനും അതുപോലെ ടിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. കനൈൻ ആണെങ്കിൽ ടിയർ ചെയ്യാനും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അല്ലെ. പ്രീ മോളാർ എന്ന് പറയുന്നത് എന്താ മക്കളെ, ച്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതിനെ ച്യൂ ചെയ്യുക അല്ലെ, ചവയ്ക്കുക, ഗ്രൈൻഡ് ചെയ്യുക. അതേപോലെ മോളാസ് ആണെങ്കിലും ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഒക്കെ തന്നെയാണ്. അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് യൂസസ് ആണ് മിസ്സോട് വെച്ചത്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് മറ്റേത് പഠിക്കാനുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. കുറച്ച് എക്സ്ട്രാ ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് മിസ്സോട് വെച്ചത്. നോക്കിക്കോ, പൊസിഷനും നമ്പറൊക്കെ മിസ്സോട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പഠിച്ചോളൂ. ഇതാ നോക്കൂ, ഇൻസിസർ എന്ന് പറഞ്ഞാൽ 8 ഇൻസിസേഴ്സ് ആണ് ഫ്രണ്ടിലും എന്ന് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് 4 വീതാണ് ഉണ്ടാവുക. 4 ഇവിടുത്തെ 1 2 3 4, ഇവിടുത്തെ 1 2 3 4, അപ്പൊ തന്നെ എന്തായി 8 എണ്ണായില്ലേ. അതാണ് ഇൻസിസർ എന്ന് പറയുന്നത്. പിന്നെ 4 കനൈൻ അഡ്ജസെന്റ് ആയിട്ടുള്ള ഇൻസിസേഴ്സ് ആണ് ബോത്ത് സൈഡില്, 2 വീതം. അപ്പത്തുള്ള 2 ഇപ്പത്തുള്ള 2 കൂടെ കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ 4 എണ്ണാണ് കനൈൻ ഉള്ളത്. കോമ്പല്ല് എന്ന് പറയും. പിന്നെ 8 പ്രീമോളാസ് ഉണ്ട്. ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ 1 2 3 4 കൂട്ടിയിട്ട് 8 എണ്ണാണ് ഏകദേശം ഉള്ളത്, അപ്പറും ലോവറും കൂടെ കൂട്ടിയിട്ട് കേട്ടോ. പിന്നെ മോളാസ് 12 ആണ്, 12 എണ്ണം ഉണ്ട് ഈ അറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെ. അറ്റത്തോട്ട് എത്തി കഴിഞ്ഞാൽ 12 എണ്ണാണ് ഉള്ളത്. 6 താഴെ മുകളില് 6, താഴെ 6, അങ്ങനെ 6 വരും. ഇങ്ങനെയാണ് നമ്മുടെ പല്ലിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനം കിട്ടുമ്പോൾ കടിച്ചു കീറാനും കടിച്ചു മുറിക്കാനും ഒക്കെ പറ്റിയ ടൈപ്പ് ഓഫ് ടീത്തുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് അടിപൊളിയായിട്ട് കഴിക്കുന്നത്. റെഡി അല്ലേ. അപ്പൊ എല്ലാവരും നിങ്ങളുടെ പല്ലിനെ സ്നേഹിക്കുക. എന്നെ പോലെ ഞാൻ എന്താണ്, എല്ലാവരും ഇങ്ങനെ നമ്മൾ ചുമ്മാ പറയെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാൻ നമ്മളല്ലേ ഇടുള്ളൂ അല്ലെ. അപ്പൊ സോ നമുക്ക് നമ്മളെ തന്നെ ആദ്യം ഇഷ്ടപ്പെടണം, എന്നിട്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. സോ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാൻ, നല്ല അടിപൊളി സ്മൈലോട് കൂടിയിട്ട് മിടുക്കന്മാരായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. എല്ലാവരുടെയും സ്മൈൽ നല്ല ക്യൂട്ട് സ്മൈൽ തന്നെ ആവട്ടെ. അപ്പൊ എല്ലാവരും തുറന്ന് തന്നെ സ്മൈൽ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ടുള്ള ഇതേപോലെയുള്ള വേറെ കാര്യങ്ങളുമായിട്ട് മിസ് വീണ്ടും അടുത്ത വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ. സീരിയസ് ബൈ.